ഹലോ ഗൈസ്, നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ എവിക്റ്റ് ആയിപ്പോയ മത്സരാർത്ഥികളുടെ എല്ലാം ഒരു റീ എൻട്രിയാണ് ഗൈസ്. അതിനകത്ത് നമ്മുടെ ശൈത്യ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കൊടുത്തത് ഗൈസ്. അതായത് അനുവിൻ്റെ PR തന്നെയായിരുന്നു ശൈത്യയുടെയും PR. പക്ഷെ അനുവിൻ്റെ സ്വാധീനം കാരണം ശൈത്യയുടെ PR ശൈത്യയെ ചതിച്ചു എന്ന് ശൈത്യ അടിപൊളിയായിട്ട് തന്നെ തിരിച്ച് റീ എൻട്രിയിൽ വന്നിട്ട് ഒരു പരാമർശം നടത്തിയേക്കുവാണ്. അതായത് നമ്മുടെ അനുമോള് ശൈത്യയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈത്യ ഒരു കട്ടപ്പയാണെന്ന്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ശൈത്യ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ചെന്നപ്പം ഫേസ് ചെയ്തു എന്ന്. ഇതെല്ലാം നീ കാരണമാണ്, എൻ്റെ ലൈഫിൽ ഇനിയും അനുമോൾ എന്ന വ്യക്തിയില്ലെന്ന് നമ്മുടെ ശൈത്യ പറഞ്ഞേക്കുവാണ്. ശരിക്കും ശൈത്യയുടെ ആ ഒരു സംസാരം കേട്ടിട്ട് ശൈത്യ അതുപോലെ പുറത്തുനിന്ന് അനുഭവിച്ചു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ നമ്മുടെ ബിൻസിയും നമ്മുടെ അനുമോളോട് പറഞ്ഞു, ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളാണല്ലോ നീ വിളിച്ചു പറഞ്ഞത്, നമ്മുടെ അപ്പാനി ശരത്തുമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. എനിക്ക് പുറത്ത് വന്നിട്ട് ഒന്ന് കാണാനുണ്ട്, അനുവിനോട് കാണാനുണ്ട്, എൻ്റെ മടിയിൽ കയറിയിരിക്കുന്ന നിന്നെ എനിക്ക് ചവിട്ടി പുറത്താക്കാനാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മത്സരാർത്ഥികളുടെയൊക്കെ ഒരു റീ എൻട്രി എന്ന് പറഞ്ഞപ്പം ശരിക്കും ഈ വക കാര്യങ്ങൾ പറയുമെന്ന് ആരും എക്സ്പെക്റ്റ് ചെയ്തത് ഒന്നേ അല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ PR-ൻ്റെ ഒരു കളി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു നാണക്കേടാണ് PR-ൻ്റെ ബലത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, എന്തൊരു നാണക്കേടാണ്. ശരിക്കും നമ്മുടെ മലയാളികൾ ഇഷ്ടപ്പെട്ടാണ് ഈ ബിഗ് ബോസ് സീസൺ 7 നിർത്തേണ്ടത്. കാരണം നമ്മളാണ് ഓരോ ദിവസവും ഈ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളാണ് ഇവരെ എല്ലാം അനലൈസ് ചെയ്യുന്നത്. അല്ലാതെ ഈ PR കൊടുത്തിട്ട് ഇത്രയും ലക്ഷം രൂപ PR കൊടുത്തിട്ട് ഇവർ നിൽക്കുക എന്ന് പറയുമ്പോഴത്തേന് എങ്കിലും പിന്നെ നമ്മൾ മലയാളികൾ എന്തുവാ ഈ PR തന്നെ അങ്ങ് കളിച്ചാൽ പോരെ, എന്തിനാ നമ്മുടെ ആവശ്യം എന്തുവാ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ശരിക്കും അർഹതയുള്ളവർ ജയിക്കട്ടെ.